ഗൈസ്, നമ്മുടെ വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടിപൊളി എന്ന് ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയാം. ഒരുപാട് തവണ പാളിപ്പോയിട്ടുള്ളൊരു വ്ളോഗ് എടുക്കലാണിത്. പക്ഷെ ഇന്ന് ഞാൻ എന്തായാലും വ്ളോഗ് എടുത്തിരിക്കും. അത് ഇനി പൊളിഞ്ഞു പോയാലും ഇനി അടിപൊളിയായാലും ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കുറേ തവണയായി ഞാൻ ഇപ്പം ഇങ്ങനെ വ്ളോഗ് എടുക്കണം, എന്തായാലും ഒരു 10 മിനിറ്റിൻ്റെങ്കിലും ഒരു വ്ളോഗ് എടുക്കണം എന്നിങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ ഒന്നും നടക്കാറില്ല. സ്റ്റാർട്ടിങ് ഒക്കെ ഇങ്ങനെ എടുക്കും, പക്ഷെ ഫുള്ളാക്കാനേ പറ്റാറില്ല. അത് എഡിറ്റ് ചെയ്യുമ്പോഴും എനിക്കൊരു എൻ്റെ ഒന്നും ഇല്ലാത്ത കൊണ്ട് എനിക്കൊരു സുഖം തോന്നാറില്ല. അപ്പം എന്തായാലും നമ്മളിങ്ങനെ പറ്റില്ല 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 എന്ന് വിചാരിച്ചിരിക്കും തോറും നമ്മളെ കൊണ്ട് പറ്റില്ല. പക്ഷെ ഇന്ന് ഞാൻ പറ്റിക്കും, ഇന്നെ തന്നെ ഞാൻ പറ്റിക്കും, ഞാൻ ഉറപ്പിച്ചതാണ്. ആക്ച്വലി ഞാൻ കുറേ നേരമായി ഇങ്ങനെ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിക്കൽ തുടങ്ങിയിട്ട്. പക്ഷേ ഇപ്പോൾ വെയിലൊക്കെ പോയി. അതായത് ഒരു 2 മണി അല്ലെങ്കിൽ ഒരു 3 മണി വരെ ഭയങ്കര വെയിലായിരിക്കും. വെയിൽ മീൻസ് വെളിച്ചം മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയ നല്ല തണുപ്പാ. ജാക്കറ്റോ ഉള്ളിലുള്ള ലെയറിങ്ങോ ഒന്നും ഇല്ലാണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. എന്നെങ്കിൽ കൂടി നല്ല ഇങ്ങനെ ഒരു വെയിലിപ്പം ഉണ്ടാവാറുണ്ട് കുറച്ച് ദിവസമായി, 2-3-4 ദിവസമായിട്ട്. മറ്റേത് ഇങ്ങനെ ആകെ മൂടിക്കെട്ടി നിൽക്കാറുണ്ട്. പക്ഷെ ഇന്നൊരു വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചുകൂടി നേരത്തെ വ്ളോഗ് തുടങ്ങണം എന്നൊക്കെ വിചാരിച്ചതാ. പക്ഷെ ചില സാങ്കേതിക തകരാറ് മൂലം നമുക്ക് തുടങ്ങാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോഴെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് എനിക്ക് ലാംഗ്വേജ് ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ലാംഗ്വേജ് ക്ലാസ്സിന് പോകണം. ഇതിന് കുറച്ച് മുന്നേ എനിക്ക് കുറച്ച് ലാംഗ്വേജ് ക്ലാസ്സിന് പോവുക. കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ക്ലാസ്സാണ്. ഇപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. ഇതുവരെ ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. ആ ക്ലാസ്സിൻ്റെ ഞാൻ ഇപ്പോൾ ജസ്റ്റ് പോണതിൻ്റെ നമ്മളൊരു 2 മിനിറ്റ് മുന്നെങ്കിലും നമ്മളൊന്ന് എടുത്ത് മറച്ചു നോക്കണ്ടേ, അല്ലെങ്കിൽ മോശമല്ലേ? എനിക്ക് മോശമല്ല, ആ ടീച്ചർക്കും മോശമല്ലേ എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം അതൊക്കെ എടുത്ത് മറച്ചു നോക്കി. പിന്നെ 1-2 നമുക്ക് ഈ പഠിക്കണേക്കാളും കൂടുതൽ നമുക്ക് 1-2 വ്ളോഗ്സ് കണ്ടു തീർക്കാണ്ടാവുമല്ലോ, അതും കൂടെ കാണണ്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആണ് എൻ്റെ വ്ളോഗ് എടുക്കൽ ആരംഭിക്കണേ. അപ്പോൾ അപ്പോഴത്തേക്ക് പോകാനുള്ള ടൈമായി. അപ്പോൾ എനിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇപ്പോഴത്തെ ഈ ഡ്രസ്സ് മാറ്റലെന്ന് പറഞ്ഞാൽ ഭയങ്കര പണി. ഉള്ളിലൊന്ന്, അതിൻ്റെ മീതക്കൂടെ ഒന്ന്, പിന്നെ ഒന്ന് അങ്ങനെ ഇട്ടിട്ട് വേണം. അല്ലെങ്കിൽ നമുക്ക് തണുത്തിട്ട് നിൽക്കില്ല. ഒന്നാമത് ഞാൻ ഇത്തിരി ഒരു 8:30 ആവുൻ്റെ ക്ലാസ് കഴിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഒരു 4:30 ആയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പം തൊട്ടേ നല്ല തണുപ്പാണ്. പുറത്തേക്ക് നോക്കി അറിയാം, ഇരുട്ടായി തുടങ്ങി. ഗ്ലാസ്സൊക്കെ അങ്ങനെ വെള്ളം വീണമാതിരി ഉണ്ടാവുമല്ലോ, അതേമാതിരി ആയിരിക്കണു. അപ്പോൾ നമുക്ക് എന്തായാലും അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഞാൻ ഇനി പോയിട്ട് ഡ്രസ്സൊക്കെ മാറട്ടെ. എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കണമെന്നുണ്ട്. പക്ഷെ അതിനുള്ള ടൈമില്ല. എനിക്ക് 5:15 ബസ്. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അവിടെ ചെന്നിട്ട് നമുക്ക് ചായ കുടിക്കാം, അതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ റെഡിയായി. ഇനി നമുക്ക് പോവാം. അപ്പോൾ 5 മണിയായി. കുറച്ച് നേരമായിട്ട് എൻ്റെ ചേഞ്ച് ആവലോ കഴിഞ്ഞിട്ട് കുറച്ച് നേരമായി. പക്ഷെ ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്യുന്നു. ശരിക്കും എനിക്ക് 5:15 ആകുമ്പോഴാണ് ബസ്. പക്ഷേ 5:17 അങ്ങനെയാണ് ബസ്. പക്ഷെ എനിക്കൊരു ഉള്ളിലിങ്ങനെ ഒരു പേടിയാണ്. ആകെ 4 മിനിറ്റ് ഇവിടുന്ന് ബസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളൂ. പക്ഷെ എന്നാലും ഉള്ളിൽ ഇപ്പോൾ ബസ് വരും 5 മിനിറ്റ് മുന്നേ ബസ് വരുള്ളൂ. എന്നാലും ഒരു ഉള്ളിലൊരു ഇങ്ങനെ ഒരു സാധനം, ഒരു പേടി. അതുകൊണ്ട് നമുക്ക് ഇപ്പം തന്നെ ഇറങ്ങാം. എന്നിട്ട് വേഗം അവിടെ എത്തി ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കാം. ബൈ ദ വേ, ജാക്കറ്റ് എങ്ങനെയുണ്ട്? എൻ്റെ പുതിയ ജാക്കറ്റാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. നല്ല കംഫർട്ട്, നല്ല ടൈറ്റ് ഫിറ്റായിട്ടുള്ള ഒരു ജാക്കറ്റ്. അങ്ങനെ അപ്പം നമുക്കിനി പോയാലോ അല്ലേ? എൻ്റെ ഒരു കുഞ്ഞു ചോക്ലേറ്റ് എനിക്ക് ഉക്രൈനിൽ നിന്നൊരു, എനിക്കല്ല കേട്ടോ, എൻ്റെ ഏട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഏട്ടൻ്റെ ഫ്രണ്ടായിരുന്നു, ഇപ്പം എൻ്റെ ഏട്ടൻ നല്ല ഫ്രണ്ടാണ്, ആർത്തം. എൻ്റെ വീഡിയോയിൽ ഒരിക്കലും അവനെ കണ്ടിട്ടുണ്ടാവും. അവൻ്റെ അമ്മ ഞങ്ങൾക്ക് കൊടുത്തയച്ചത് ഒരു വലിയ പാക്കറ്റ് ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണമാണിത്. നല്ല ടേസ്റ്റുള്ളൊരു ചോക്ലേറ്റ്. ഇവിടുത്തെ ചോക്ലേറ്റിനൊക്കെ ഒരു വേറെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ചിലതൊന്നും കൊള്ളില്ല, ഭയങ്കര കയ്പുമാതിരി ഫീൽ ചെയ്യാറുണ്ട്. ചിലപ്പോൾ നല്ല ചോക്ലേറ്റാന്ന് പറയാറുണ്ട്, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. പക്ഷെ ഇതൊക്കെ നല്ല ഇഷ്ടമായി. അടിപൊളി ഒരു ചോക്ലേറ്റ്. അങ്ങനെ അപ്പം ഇനി നേരം വഴുകി. അപ്പം ഇനി നമുക്ക് ഇറങ്ങാം. ഇനി ഇവിടെ നിന്നാൽ ഞാൻ ഇവിടെ തന്നെ ഇങ്ങനെ നിൽക്കേണ്ടി വരും. കഴിഞ്ഞൊരു ക്ലാസ്സിന് പോയിട്ടില്ല, അതിൻ്റെ മുന്നത്തെ ക്ലാസ്സിന് പോയതാണ്. ഇതിന് നമുക്ക് പോവാം എന്തായാലും. അപ്പോൾ ബായ്, ഇനി നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. പുറത്ത് ആകെ ഇരുട്ടാ. എന്തായാലും നമുക്ക് പോയി നോക്കാം. ബാ ഗൈസ്, അങ്ങനെ ഞാൻ അതാ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടെ നിന്ന് ഒരു 4 മിനിറ്റ് ദൂരം നടക്കാനുള്ളതേ ഉള്ളൂ. ഇവിടെ നോക്കി നോക്ക്, ഇപ്പം തന്നെ ഇങ്ങനെ ക്രിസ്മസ് ഡെക്കോറുകളും കാര്യങ്ങളൊക്കെ എല്ലാ ഷോപ്പിൻ്റെ മീതെയൊക്കെ ഇട്ടു. ഇതേമാതിരി ക്രിസ്മസ് ആവണതേ ഉള്ളൂ. പക്ഷേ ഇനി 1 മാസം കണ്ടില്ലേ ക്രിസ്മസിന്. പക്ഷെ ഇവിടെയൊക്കെ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തു ഓരോ ക്രിസ്മസ് ഡെക്കോറും കാര്യങ്ങളൊക്കെ ഇട്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇന്ന് ഞാൻ നൈറ്റൊരു സാധനം എത്രത്തോളം ഇതാവും
എനിക്കറിയില്ല. കാരണം ഞാൻ അങ്ങനെ എൻ്റെ കൊളീഗ് പറഞ്ഞിട്ട് കേട്ടതാ ഇവിടെ ക്രിസ്മസിൻ്റെ നല്ല എന്തോ ഒരു അടിപൊളി പരിപാടി ഉണ്ട് എന്ന്. ഞാനും എനിക്കത് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇന്ന് പോകുമ്പോൾ. അതുകൊണ്ടെന്ന് ഏട്ടനോട് വിളിക്കാൻ വരാൻ പറഞ്ഞേ. അല്ലെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോഴും ബസ്സിന് തന്നെ വരാറ്. അപ്പോൾ പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ ഞാനും അത് കാണാൻ വേണ്ടി ക്യൂരിയസ് ആണ്. കാരണം ഇവിടെ വന്നിട്ട് നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കൊന്നും ചെയ്യാറില്ലല്ലോ. ഞാൻ ആഘോഷിക്കാറില്ല അങ്ങനെ. അപ്പോൾ എനിക്കതൊക്കെ ഒന്ന് കാണണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അവിടെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അപ്പം നമുക്ക് വ്ലോഗിൽ കൂടെ ഇനി കാണാം എന്തായാലും. അപ്പോൾ ഞാൻ ഈ നടക്കട്ടെ. എന്തായാലും ബസ് ഇപ്പോൾ വരും. ഇപ്പോഴല്ല, കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ ബസ് വരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഈ ട്രീ കണ്ടോ? ഇതും അതേ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ഒരു ഡെക്കറേറ്റ് ചെയ്ത നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ബസ് സ്റ്റേഷനിലോട്ട് നടക്കുകയാണ്. അവിടെ എത്താറായി. കണ്ടോ ഓരോ വീടിൻ്റെ മറ്റേ ഈ ഓടിൻ്റെ അടിയിലൊക്കെ മറ്റേ ലൈറ്റ് സെറ്റ് ചെയ്തിറക്കുക. ഇപ്പം അത്രമാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് കുറച്ച് ദിവസമായിട്ടോ ചെയ്തിട്ട്. അപ്പോൾ ക്രിസ്മസ് ആകുമ്പോൾ അപ്പോൾ ഇത്ര പോരെ ഉണ്ടാവും ഇവിടുത്തെ ഒരു ഡെക്കറേഷൻ എന്ന് ഞാൻ അങ്ങനെ ആലോചിക്കായിരുന്നു. ഗൈസ്, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. സമയം ഇപ്പോഴല്ല, ബസ് 5:37 5:17 ഞാൻ ഇറങ്ങിയത് കുറച്ച് ലേറ്റായി. പക്ഷേ കുഴപ്പമില്ല, നമുക്കിവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഈ തണുപ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുക. അല്ലാണ്ട് ഇനിയിപ്പോൾ എനിക്ക് വീട്ടിലേക്ക് നടക്കാൻ വയ്യ. 4 മിനിറ്റേ ഉള്ളൂ പറഞ്ഞിട്ട് കാര്യമില്ല, ഞങ്ങൾ നടക്കണ്ടേ. അതിനേക്കാളും നല്ലത് നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇങ്ങോട്ട് നോക്കി നോക്കും, നല്ല ഇരുട്ടായില്ലേ. സമയം 5:15 ആവണതേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ഇരുട്ട് ഇപ്പോൾ. പക്ഷെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിന് പോയപ്പോൾ ഇതിലും കുറച്ചും കൂടി ഇരുട്ട് എനിക്ക് തോന്നിയിരുന്നു. പക്ഷെ ഇന്ന് അത്ര തന്നെ ഇരുട്ട് തോന്നണില്ല. ഇനിയിപ്പോൾ പിന്നെ അങ്ങനെ തന്നെയല്ല, ഇനിയൊരു 4 മാസത്തിന് ഇങ്ങനെ തന്നെയാണെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ അപ്പോൾ ഇനി എന്തായാലും ബസ് വരട്ടെ. ഒരു ബസ് അവിടെ നിൽക്കുന്നുണ്ട്, പക്ഷെ അത് അങ്ങോട്ടല്ല. ഇതേ കണ്ടോ, ഇതാണ് നമ്മുടെ ബസ് സ്റ്റേഷൻ. കറക്റ്റ് ടൈം ആകുമ്പോൾ ബസ് ഇവിടെ വരും, ഇവിടെ നിർത്തിയിടും, നമ്മളതിൽ കയറുക, അങ്ങോട്ട് പോവുക. ഇപ്പോൾ ശരിക്കുണ്ടല്ലോ അതേമാതിരി കണ്ണടച്ച് തുറക്കും പോലെയാണ് ഇരുട്ട്, വെളിച്ചം മാറിയിട്ട് ഇങ്ങോട്ട് ഇരുട്ട് വരിക. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര വെളിച്ചമാണ് എന്നുള്ളത്. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ വല്ല സിനിമയൊക്കെ കണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കിയാൽ കാണാം ഇരുട്ടായിട്ട് നിൽക്കണു. ഇപ്പോൾ കുറേ റീലൊക്കെ ഇങ്ങനെ കാണാമല്ലോ. അതായത് ഒന്ന് ഫോൺ എടുക്കാൻ വേണ്ടി അകത്ത് പോയി തിരിച്ചു വരുമ്പോഴത്തേനും ഇരുട്ടായിരുന്നു. സംഭവം ശരി അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു സാധനം. ഞാൻ ഒരു ദിവസം ഇങ്ങനെ ഇരുന്ന സിനിമ കാണായിരുന്നു ഉച്ച നേരത്ത്. പക്ഷെ ആ ടൈമിലൊക്കെ ഇങ്ങനെ ഇതേമാതിരി ഭയങ്കര വെളിച്ചുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പുണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ ഭയങ്കര വെളിച്ചമായിരുന്നു. പെട്ടെന്ന് ഇങ്ങോട്ട് നോക്കി പുറത്തേക്ക് നോക്കിയപ്പോൾ ആകെ ഇരുട്ട് മുഴുവൻ. എത്ര പെട്ടെന്ന് അറിയോ ഈ വെളിച്ചം അങ്ങോട്ട് പോയിട്ട് ഇരുട്ടങ്ങോട്ട് വരണത്. ശരിക്കൊരു അത്ഭുതം എന്ന് പറയാൻ. ഞാൻ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യണോണ്ടാവാട്ടോ ചിലപ്പോൾ എനിക്ക് ഒരു ഭയങ്കര അത്ഭുതമായി തോന്നുന്നത്. ചിലപ്പം ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അങ്ങനെയൊന്നും ആവില്ല. പക്ഷേ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്ക് ഇതൊക്കെ ഒരു അത്ഭുതമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ദേ നമ്മുടെ ബസ് ഇതാ കടന്നു വന്നിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി, ആരുമില്ല, ഒരു കാലി ബസ്. പക്ഷേ എപ്പോഴും അതെ ടൈം ഇവിടെ നിന്ന് ഇത് പൊതുവെ ഒരു ഉള്ളിലോട്ടുള്ളൊരു പ്രദേശമാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം പൊതുവെ അങ്ങനെ ബസ് തിരക്കൊന്നും ഉണ്ടാവാറില്ല. പക്ഷെ നമ്മൾ സിറ്റിയിലൊക്കെ പോയി കഴിഞ്ഞാൽ തിരക്ക് കാണാറുണ്ട്. പക്ഷെ എന്നാലും അത്ര ക്രൗഡൊന്നും ആവാറില്ല. അതേമാതിരി ഈ ബസ് ഒരാളില്ല അങ്ങനെ. പക്ഷെ ഭയങ്കര ക്ലീനാട്ടാ. ഇനിയിപ്പോൾ എത്ര ആൾക്കാരുണ്ടെങ്കിലും ഭയങ്കര ക്ലീൻ ആയിരിക്കും. ട്രെയിൻ ആയിക്കോട്ടെ ബസ്സായിക്കോട്ടെ, അത് എടുത്ത് പറയേണ്ട കാര്യം. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങി. നമുക്ക് ചടപടയെന്ന് പറഞ്ഞിട്ട് വേഗം ക്ലാസ്സിന് അങ്ങോട്ട് നടക്കണം. ഇവിടുന്ന് അതി ഒരു 4 മിനിറ്റ് നടക്കാനുള്ള ദൂരമുണ്ട്. ക്ലാസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കണു. എന്തായാലും ഞാൻ അവിടെ എത്തുമ്പോഴത്തേനും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. കഴിഞ്ഞ ക്ലാസ്സിന് ഇപ്പോൾ അങ്ങനെയാണ് ഉണ്ടായത്. എല്ലാ ക്ലാസ്സും ഇത് അങ്ങനെ തന്നെയാണ്. ഞാനവിടെ എത്തുമ്പോഴത്തേനും ക്ലാസ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവിടുത്തെ ആൾക്കാരൊക്കെ ഭയങ്കര ഓൺ ടൈം ആയിട്ടുള്ള ആൾക്കാരൊക്കെ. ഞാൻ ഈ പറയണത് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, കാരണം വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പറഞ്ഞത് ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഓൺ ടൈം ആൾക്കാരാണ്. 6 മണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
കറക്റ്റ് ഒരു 6 മണിക്ക് തുടങ്ങിയിരിക്കും. നമ്മളെപ്പോലെയല്ല, എന്നെപ്പോലെയല്ല. ഇത് കണ്ടില്ലേ, ഈ ഓരോ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ട്രീ ഒക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ മീതൊക്കെ ഈ ബൾബ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. വിജനമായ ഒരു സിറ്റി, ഒരു മനുഷ്യല്ല. നമ്മുടെ മുനിസിപ്പാലിറ്റിയാണ് ഈ ട്യൂണർ എന്ന് പറയുന്നത്. ട്യൂണർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ ഞാൻ പഠിക്കാൻ വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഈ കാണുന്ന ബിൽഡിംഗാണ് നമ്മുടെ സ്കൂൾ, സ്പ്രോഗ് സ്കൂൾ. അങ്ങനെ ഇതാ നമ്മളിവിടെ എത്തി. അപ്പോൾ ഇനി ഞാൻ ക്ലാസ്സിൽ കയറുകയാണ്. ഓരോരുത്തരുടെയും പ്രൈവസി കുറച്ചുകൂടെ മാറ്റർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ക്ലാസ്സിലുള്ളവരുടെ വീഡിയോസ് എടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഞാൻ ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് ഒരു വീഡിയോ എടുത്തത് ക്ലാസ്സിൻ്റെ. നമ്മുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. നമുക്കൊരു 1/2 hour ഇവിടെ വെയിറ്റ് ചെയ്യണം. കാരണം ഏട്ടന് വർക്കിലാണ്. ഒരു 1/2 hour കഴിഞ്ഞാലാണ് ഏട്ടൻ വർക്ക് കഴിഞ്ഞ് നേരെ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടി വരുള്ളൂ. അപ്പോൾ ആ ഒരു 1/2 hour എനിക്ക് ഇവിടെ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്യണം. ഇവിടെ രമാ 1000 പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സമയം സ്പെൻഡ് ചെയ്യാം. കൂടാതെ എനിക്ക് എന്തായാലും ഈ ഷോപ്പിലൊക്കെ പോയിട്ട് വെറുതെ ഇങ്ങനെ ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ മനസ്സ് നിറയ്ക്കുക, അങ്ങനെ സമയം കളയാനുള്ളൊരു പ്രത്യേക കഴിവുള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ നമ്മുടെ സമയം കഴിക്കാം. എന്തായാലും ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 9:45 വരെ ഷോപ്പ് ഉണ്ട് എന്നൊക്കെയാണ് പറയണേ. നമുക്ക് കയറാം എന്തായാലും. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞതാ പക്ക. അങ്ങനെ നമ്മൾ ഷോപ്പിനുള്ളിൽ എത്തിയിരിക്കുന്നു. വെറുതെ ഇങ്ങനെ ഷോപ്പിൽ കയറിയിട്ട് ഒന്നും മേടിച്ചില്ലെങ്കിലും ഭയങ്കര സന്തോഷം. ഇതിങ്ങനെ അടങ്ങി ഒതുങ്ങിയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കൂലോ, അത് കാണുമ്പോൾ തന്നെ ഒരു സമാധാനം, ഒരു സന്തോഷം. എന്താ അറിയില്ല, വാങ്ങിക്കൊന്നും വേണ്ട, പക്ഷെ ഇങ്ങനെ കണ്ടാൽ മതി. ഇതൊക്കെ നോക്ക് ഗൈസ്, ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഭയങ്കര അടക്കും ചിട്ടയിൽ ഇരിക്കണ കാണുമ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു മനസംതൃപ്തി. ഇതെന്താ ഇപ്പം ഇതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. വെറുതെ നമുക്കൊന്നും മേടിക്കണം എന്ന് പോലും ഇല്ല, പക്ഷെ ഇങ്ങനെ കണ്ടാൽ മതി, ഒരു സന്തോഷം. ഇങ്ങോട്ട് നോക്കിയൊക്കെ നമ്മുടെ നാട്ടിലത്തെ പച്ചമുളക്. ശരിക്കും ഇവിടെ വന്നിട്ട് നമ്മുടെ ഇവിടുത്തെ സ്റ്റോറിൽ, ഡെൻമാർക്കത്തെ സ്റ്റോറിൽ, അതായത് ഇവരുടെ സ്റ്റോറിലൊന്നും ഇങ്ങനെ പച്ചമുളകോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലത്തെ ഐറ്റംസ് ഒന്നും അങ്ങനെ കാണാറില്ല. നമ്മുടെ നാട്ടിലത്തെ നല്ല ഉണ്ടമുളക് ഉണ്ടല്ലോ എരിവുള്ളത്, ആ ഒരു സാധനം, ഒരു സന്തോഷത്തെ കണ്ടപ്പോൾ. എന്തായാലും ഇതൊന്നും നമുക്ക് എടുക്കാം. ഇത് ഇവിടുത്തെ മീറ്റിൻ്റെയും ഫിഷിൻ്റെയും ഒക്കെ ഏരിയയാണ്. അങ്ങനെ എല്ലാത്തരം ഫിഷൊന്നും ഇവിടെ കാണാറില്ല. പൊതുവേ സാൽമൺ തന്നെയാണ് അധികം നമ്മൾ കാണാറ്. പിന്നെ ഇവിടുത്തെ മീറ്റൊക്കെ ഇവിടുത്തെ ഒരു കുക്കിംഗ് സ്റ്റൈലിൽ കട്ട് ചെയ്തിട്ടുള്ളതും മിൻസ് ചെയ്തിട്ടുള്ളതും ആ ഒരു രീതിക്കുള്ള മീറ്റ് ഐറ്റംസാണ് അധികവും നമുക്കിവിടെ കാണാൻ പറ്റാറ്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും അതെ, ഇതേപോലെ ആൽക്കഹോൾ ഐറ്റംസൊക്കെ എല്ലാം നമുക്ക് ശരിക്കും കാണുന്ന രീതിക്ക് തന്നെ അവർ വെച്ചിട്ടുണ്ടാവും. ഒന്നും മറ്റേ മറച്ചു വയ്ക്കുക അങ്ങനത്തെ ഒരു പരിപാടിയൊന്നുമല്ല. പിന്നെ അതുപോലെ ഇതൊക്കെ ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേറ്റീവ് ഐറ്റംസാണ്. ഈ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഈ ഷോപ്പിൽ വന്നിട്ട് കുറേ ഒരു മാസം മുന്നേ തന്നെ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതേമാതിരി ഇവിടുത്തെ സ്വീറ്റ് ഐറ്റംസൊക്കെയാണ്. പിന്നെ ഇത് ഇവിടുത്തെ ഒരു ക്യാൻഡി സെക്ഷനാണ്. അങ്ങനെ ഗൈസ് നമ്മൾ വന്നു, കണ്ടു, ഇഷ്ടപ്പെട്ടു, വാങ്ങി. നമുക്കിനി ഇത് ബില്ല് ചെയ്തിട്ട് പുറത്തിറങ്ങാം. എത്ര പെട്ടെന്ന് ഒരു 1/2 മണിക്കൂർ പോയെന്നറിയും. ഞാനൊരു 8:30 ആകുമ്പോൾ 8:35 ആകുമ്പോൾ ഇവിടെ കയറി 9:05. എത്ര പെട്ടെന്നാ സമയം പോയത്. ഇതാണ് വല്ല ഷോപ്പിലും കയറി കഴിഞ്ഞാൽ ചടപടേ പറഞ്ഞിട്ട് സമയം അങ്ങോട്ട് പോകും. ഇതേ ആ കാറ് ലൈറ്റ് അടിക്കണ കണ്ട, എന്നെ വിളിക്കാൻ വേണ്ടി ആളെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മളിതേ ലൊക്കേഷനിലെത്തി. ഈ കാണുന്ന മാലബൾബ് ഇതാണ് നമ്മൾ എത്രയോ ദൂരം നടന്നിട്ടും കാണുന്ന കാഴ്ച ഇത് മാത്രം. സംഭവം ആ 2 മാലബൾബ് കാണുമ്പോഴേ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇതിരുന്നു, ഇത്രയും തണുപ്പത്ത് ഇത്രയും രാത്രി വരെ വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ഈ ഒരു മാലബൾബ് കാണാനാണോ നമ്മൾ ഈ വെയിറ്റ് ചെയ്ത് നിന്നേ, ആ ഒരു ഫീലായിരുന്നു. പക്ഷേ ഈ ഡെക്കറേറ്റ് ചെയ്ത് ഈ ഒരു സ്ഥലത്ത് എത്തിയപ്പോഴാണ് ശരിക്കൊരു ആശ്വാസമായത്. ആക്ച്വലി ഫുള്ള് ഡെക്കറേഷൻസ് ഒന്നും കഴിഞ്ഞിട്ടില്ല, കാരണം ഇനി ഒരു മാസം ഉണ്ടല്ലോ. ഇനി ആ പുൽക്കൂട് ഡെക്കറേറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇനിയും ബാക്കിയാണ്. പക്ഷേ ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യലൊക്കെ ഫുള്ളായിരിക്കണം. ശരിക്കും ഇത് നേരിട്ട് കാണാനാണ് ഒന്നുകൂടെ ഭംഗി. എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ആ കാര്യം ക്ലിയർ ആവണത്. അങ്ങനെ നമ്മുടെ വീഡിയോ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഈ വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ഒരു ലോങ് വ്ലോഗ് ഇങ്ങനെ ഫുള്ളായി എടുക്കണത്. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളും കുറ്റങ്ങളും ഒക്കെ ഈ വീഡിയോയിൽ ഉണ്ടാവും. എല്ലാവരും ഇത് ക്ഷമിക്കുക. നമുക്കിങ്ങനെ പുതിയ പുതിയ വീഡിയോസ് എടുക്കുമ്പോൾ നമുക്ക് ബെറ്ററായി വരാം എന്തായാലും. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വിശേഷമായിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മുടെ വീഡിയോ നമ്മൾ എൻഡ് ചെയ്യാണ്. വളരെ മനോഹരമായൊരു വ്ലോഗ് നമ്മൾ തുടങ്ങിയിട്ടത് ഇവിടെ അവസാനിപ്പിക്കുക.
ഓക്കെ ബൈ.